Good morning, all. Good morning, Miss. Morning. Good morning, Miss. Morning, ma'am. News നോക്കിയോ എല്ലാവരും? Miss എടുത്തത് നോക്കിയോ? ഓക്കെ അല്ലേ? നമ്മ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് എടുക്കാലോ, സ്റ്റഡി ചെയ്യാലോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Okay, next, what is biomedical waste? ബയോമെഡിക്കൽ വേസ്റ്റിനെയാണ് BMW അല്ലെ? BMW എന്ന് പറഞ്ഞാൽ എന്താ? ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാൽ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എന്തിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തിന്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലില് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ട്രീറ്റ്മെന്റ് അല്ലെ? ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വേസ്റ്റുകള്. ഹോസ്പിറ്റലിൽ എന്താണ്? ട്രീറ്റ്മെന്റ് അല്ലേ? എന്താണ് ഓപ്പറേഷൻ വന്നാലും ട്രീറ്റ്മെന്റ് അല്ലേ? ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? പിന്നെ എന്താണ്? ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഉണ്ടോ? രോഗനിർണയ ഫെസിലിറ്റീസ് ഉണ്ടോ? അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും രോഗനിർണയത്തിന്റെ ഭാഗമായിട്ടും ഹോസ്പിറ്റലുകളില് അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് എന്താണ്? ഹാനികരമായ വേസ്റ്റുകൾ അല്ലെ? പകർച്ചവാദികൾ അല്ലെ? ഇൻഫെക്ഷൻസ് ഉള്ള വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ലെ? നമുക്ക് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നും പറയാം, ഹോസ്പിറ്റൽ വേസ്റ്റ് എന്നും പറയാം അല്ലെ? ഇസ് എനി കൈൻഡ് ഓഫ് വേസ്റ്റ് containing infectious or potentially infectious material producing during the treatment of both people and animals as well as during study involving biologics. എന്താണ്? ജീവശാസ്ത്ര പഠന സമയത്ത് അല്ലെ? ബയോളജിക്സ് ജീവശാസ്ത്ര പഠനം, അതായത് രോഗനിർണയങ്ങൾക്ക് ഉൾപ്പെടല്ലോ റിസർച്ചുകള്, രോഗനിർണയങ്ങളൊക്കെ ഉൾപ്പെടല്ലേ ജീവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആ ഒരു ജീവശാസ്ത്ര പഠന സമയത്തും എന്താണ്? നമ്മുടെ മനുഷ്യരുടെയും പീപ്പിൾസിന്റെയും അനിമൽസ് അല്ലെ മൃഗങ്ങളുടെയും ട്രീറ്റ്മെന്റിന്റെ സമയത്തും എന്താണ്? ഇൻഫെക്ഷൻസ് അല്ലെ? എന്താണ്? പകർച്ചവ്യാധികൾ ബാധിച്ച അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ജീവശാസ്ത്ര പഠന സമയത്തും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചികിത്സാ സമയത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്താണ്? പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുള്ള വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഒന്നുകൂടെ പറയണം. ബയോളജിക്സ് എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്ര പഠനം അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ അല്ലെ, ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? മൃഗങ്ങളുടെ വേസ്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യില്ലേ? മരുന്നുകൾ നിർമ്മിക്കും അല്ലെ? റിസർച്ചുകളിൽ എന്താണ്? മരുന്നുകൾ നിർമ്മിക്കും അല്ലെ?
അപ്പൊ അങ്ങനെയുള്ള ജീവശാസ്ത്ര പഠന സമയത്തും പിന്നെ എന്താണ് ചികിത്സാ സമയത്തും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നമ്മ മനുഷ്യന്മാരെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാത്രമാണോ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെറ്റിനറി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളിലൊക്കെ വേസ്റ്റ് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ലേ? മെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചികിത്സാ സമയത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്പാദിപ്പിക്കപ്പെടുന്ന എന്താണ് പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുള്ള വേസ്റ്റുകളെയാണ് മെഡിക്കൽ വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ ഗ്രീഷ്മ? ബാക്കി എല്ലാവർക്കും നമ്മൾ ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, വേസ്റ്റുകൾ കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും അങ്ങനെയുള്ള ഒരു ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് പറയാമോ? ഹെൽത്ത്, പിന്നെന്താണ് ഈ ഒരു ഹാനികരമായ വേസ്റ്റുകളിൽ നിന്നുള്ള റിസ്ക് കുറയ്ക്കുക അല്ലെ, അപകടം കുറയ്ക്കുക എന്നുള്ളതില്ലേ, അതിന്റെ അളവ് കുറയ്ക്കുക അല്ലെ, അളവ് കുറയ്ക്കുക. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റിസ്ക് അല്ലേ, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാന്നുള്ളത് ഒരു റിസ്ക് അല്ലേ, അപകടമല്ലേ? അപ്പൊ ആ ഒരു റിസ്ക് കുറയ്ക്കുക അല്ലെ. പിന്നെന്താണ് ആ ഒരു വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വേസ്റ്റുകളുടെ അളവ് കുറയ്ക്കുക അല്ലെ. പിന്നെ എന്താണ് ശരിയായ രീതിയിൽ നമ്മ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. പിന്നെ എന്താണ് നോക്കിയേ, റീയൂസ് ചെയ്യുക അല്ലെ. എന്താണ് നോൺ ഹസാർഡസ് ആയിട്ടുള്ള ഹാനികരമല്ലാത്ത വേസ്റ്റുകൾ എന്ത് ചെയ്യും നമ്മൾ രണ്ടാമത് റീയൂസ് ചെയ്യുക അല്ലെ. അപ്പൊ നോക്കിയേ, to lessen the quantity of waste that must be treated as noxious waste അല്ലെ. എന്താണ് നമ്മൾ നോക്സിയസ് വേസ്റ്റുകൾ, എന്താണ് നോക്സിയസ് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അല്ലെ. to lessen the quantity of waste, എന്താണ് നമ്മുടെ നോക്സിയസ് വേസ്റ്റ്, അതായത് ഹാനികരമായ മെഡിക്കൽ വേസ്റ്റുകളുടെ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ ആ ഒരു അളവ്, ക്വാണ്ടിറ്റി കുറയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് to lessen the exposability risk to noxious healthcare waste for workers. ആ ഒരു സെക്ഷനില് ബയോ നോക്സിയസ് എന്ന് പറഞ്ഞാൽ ഹാനികരം, ആ ഒരു വേസ്റ്റ് എന്താണ് നോക്സിയസ് ഹെൽത്ത് കെയർ വേസ്റ്റുകളിലെ ഹാനികരമായ ആ ഒരു വേസ്റ്റുകളില് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ റിസ്ക് വരാനുള്ള മുൻ സാധ്യത കുറയ്ക്കുക അല്ലെ. നമുക്കറിയാം കൂടുതൽ സാധ്യത ആർക്കാണ്, വേസ്റ്റ്, ആ ഒരു വേസ്റ്റ് കൊണ്ട് അപകടം വരാൻ, റിസ്ക് വരാൻ, അതിന് ഇൻഫെക്ഷൻസ് വരാൻ കൂടുതൽ സാധ്യത ആർക്കാണ്, ആ ഒരു വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കല്ലേ, വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സിനല്ലേ, സ്റ്റാഫുകൾക്ക് അല്ലെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്. അപ്പൊ അതെന്താണ് മുൻ സാധ്യതയാണ് അല്ലെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, മുൻ സാധ്യതയാണ് അല്ലെ. അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവും, അവർക്ക് റിസ്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു നോക്സിയസ് വേസ്റ്റില്, അപകടകരമായ ബയോമെഡിക്കൽ വേസ്റ്റില് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ അപകടം വരാനുള്ള മുൻ സാധ്യത കുറയ്ക്കുക, എക്സ്പോസിബിലിറ്റിയെ മുൻ സാധ്യത കുറയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഈ വേസ്റ്റുകൾ ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഇവിടെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതിൽ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. ഈ വേസ്റ്റുകള് എന്താണ് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൈസ് കുറയ്ക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മ വീടുകളില് നമ്മ വേസ്റ്റുകൾ കൊടുക്കാറുണ്ടല്ലോ. ഇപ്പൊ വലിയ വലിയ ടൗണുകളിലൊക്കെ താമസിക്കുന്നവര് എന്താണ് നമ്മുടെ വീടുകളിൽ വന്ന് വേസ്റ്റ് എടുക്കാണ് അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിൽ ആ വേസ്റ്റിന്റെ ഹരിത കർമ്മസേന, അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയില്, അപ്പൊ നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതി,
50 രൂപ കൊടുത്താൽ മതി അല്ലേ? മന്ത്ലി 50 രൂപ കൊടുത്താൽ മതി അല്ലേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ള വലിയ ടൗൺ ഏരിയാസിലൊക്കെ താമസിക്കുന്നവർ എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കുന്ന വേസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവരിൽ നിന്ന് പൈസ ഈടാക്കുന്നത്. ആണോ? കേട്ടിട്ടുണ്ടോ? അപ്പൊ അതെന്താ? ആ ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ചിലവാകുന്ന പൈസയാണ് അവരിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിന്, അതായത് ഈ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു പ്രൈസ് കുറയ്ക്കുക. കൂടാതെ ശരിയായ രീതിയിൽ മെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ്? To enable the reuse of non-hazardous general waste. എന്താണ്? non-hazardous ആയിട്ടുള്ള അല്ലെ, നമുക്ക് എന്താണ്, അപകടകരമല്ലാത്ത ജനറൽ വേസ്റ്റുകൾ റീയൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ കാർഡ്ബോർഡ്, പേപ്പർ ഒക്കെ എന്താണ് നമ്മൾ റീയൂസ് ചെയ്യില്ലേ? രണ്ടാമത് റീബിൽഡ് ചെയ്ത് നമ്മൾ റീയൂസ് ചെയ്യില്ലേ അല്ലെ? കാർഡ്ബോർഡ് ബോക്സുകള്. അപ്പൊ എന്താ? നോൺ ഹസാർഡസ് ആയിട്ടുള്ള ഹാനികരമല്ലാത്ത ജനറൽ വേസ്റ്റുകള് എന്ത് ചെയ്യാ? റീയൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് BMW ബയോമെഡിക്കൽ വേസ്റ്റ്. എന്താണ് ഫസ്റ്റ് പറയുന്നത്? അപകടകരമായ അല്ലെ നോക്സിയസ് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി, അളവ് കുറയ്ക്കുക. നെക്സ്റ്റ് എന്ത് പറയുന്നത്? അപകടകരമായ ഇത്തരം മെഡിക്കൽ വേസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ റിസ്കുകൾ കുറയ്ക്കുക. മൂന്നാമത്തെ പറയുന്നത് എന്താ? ഈ വേസ്റ്റുകള് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൈസുകൾ കുറയ്ക്കുകയും ശരിയായ രീതിയിൽ വേസ്റ്റുകള് എന്താണ് ഡിസ്പോസ് ചെയ്യുക അല്ലെ? ക്വസ്റ്റ്യൻ വരും കേട്ടോ, BMW ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഡിസ്പോസൽ ചെയ്യാനുള്ള നിർമാർജനം ശരിയായ രീതിയിൽ നിർമാർജനം ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഫോർത്ത് പോയിന്റ് പറയുന്നത് നോൺ ഹസാർഡസ് ആയിട്ടുള്ള അല്ലെ അപകടകരമല്ലാത്ത പൊതുവായിട്ടുള്ള വേസ്റ്റുകൾ, സാധാരണ വേസ്റ്റുകൾ റീയൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? ആർക്കൊക്കെയാണ് ഈ ഒരു വേസ്റ്റ് കൊണ്ട്, ഈ ഒരു മെഡിക്കൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് റിസ്ക് ഉള്ളത്? ആർക്കൊക്കെയാണ്? നമ്മ പറഞ്ഞു വർക്കേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ? സ്റ്റാഫുകളിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഡോക്ടർ ഉൾപ്പെടുന്നുണ്ട്, പേഷ്യൻസ് ഉൾപ്പെടുന്നുണ്ട്, നഴ്സ് ഉൾപ്പെടുന്നുണ്ട്, പിന്നെ ആരാണ്? മറ്റു സ്റ്റാഫുകൾ അല്ലെ? ഹോസ്പിറ്റലിലെ മറ്റു സ്റ്റാഫുകള്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ? നമ്മളുണ്ടോ? പബ്ലിക് ഉണ്ടോ? ജനറൽ പബ്ലിക് ഉണ്ടോ? അപ്പൊ നോക്കിയേ, ക്ലീനിങ് സ്റ്റാഫ്. അപ്പൊ അതൊക്കെ കൂടിയാണ് സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ, അങ്ങനെയുള്ള സ്റ്റാഫുകളെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ് അല്ലെ? ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് എന്ത് വരുന്നുണ്ട്? റിസ്ക് വരുന്നുണ്ട്. പേഷ്യൻസിനുണ്ട് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ് അല്ലെ? ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്. ഇപ്പൊ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ സഹായിക്കാൻ നിൽക്കുന്ന അല്ലെ? ലബോറട്ടറിയിലുള്ള സ്റ്റാഫുകൾക്ക് വരുമല്ലോ ഇൻഫെക്ഷൻസ്, ഡയഗ്നോസിന്റെ ഭാഗമായിട്ട് അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫുകൾക്ക്. നെക്സ്റ്റ് സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്. എന്താണ്? വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അത് നിർമാർജനം ചെയ്യുന്ന, ഡിസ്പോസ് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും. ലാസ്റ്റ് ജനറൽ പബ്ലിക് ആൻഡ് ദി എൻവയോൺമെന്റ് അല്ലെ? നമ്മുടെ എന്താണ് പരിസ്ഥിതിക്കും പിന്നെ എന്താണ് ജനറൽ പബ്ലിക് അല്ലെ? പൊതുജനങ്ങൾക്കും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് റിസ്കുകൾ ഉണ്ടാവുന്നു. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ശരിയായ രീതിയിൽ ഹോസ്പിറ്റലിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നില്ല, ഡിസ്പോസ് ചെയ്യുന്നില്ല, അത് അവിടെ ഇവിടെ കൂട്ടിയിടുന്നുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ കൂട്ടിയിടുന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്കൊക്കെ ദോഷം വരുന്നുണ്ട് അല്ലെ? അതിന് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാവർക്കും അന്തരീക്ഷ മലിനീകരണം ഒക്കെ ഉണ്ടായിട്ട് എല്ലാവർക്കും അത് എഫക്ട് ചെയ്യുന്നു അല്ലെ? അപ്പൊ എന്താണ് ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്.
ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ സോഴ്സസ്. ഉറവിടങ്ങൾ എവിടേക്കാണ്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയറിൽ അല്ലെ, പിന്നെ ലബോറട്ടറീസിലുണ്ട് അല്ലെ, ലബോറട്ടറീസിലുണ്ട് അല്ലേ, ബ്ലഡ് ബാങ്കിലുണ്ട്, റിസർച്ച് സെന്റേഴ്സിലുണ്ട്, അല്ലെ, ഓട്ടോപ്സി സെന്റേഴ്സിലുണ്ട് അല്ലെ, പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി സെന്റേഴ്സിലുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഈ സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഡയാലിസിസ് സെന്റേഴ്സിലുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രൈമറി സോഴ്സ് എന്നും സെക്കൻഡറി സോഴ്സ് എന്നും രണ്ടായി തരംതിരിക്കാം. പ്രാഥമിക ഉറവിടങ്ങളെന്നും ദ്വിതീയ ഉറവിടങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. The primary contributor to the production of biomedical waste are primary and secondary sources. മെഡിക്കൽ വേസ്റ്റുകൾ ഉൽപാദിപ്പിക്കുന്നതിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ആണ് നമുക്ക് കോൺട്രിബ്യൂഷൻ സംഭാവന ചെയ്യുന്നത് അല്ലെ, അതായത് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതില് പ്രൈമറി സോഴ്സ് എന്താണ്? പ്രൈമറി സോഴ്സ് ഇൻക്ലൂഡ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ് അല്ലെ, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ് എക്സെട്ര അല്ലെ. ഇവിടെയൊക്കെ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യും, മെഡിക്കൽ കോളേജിൽ പ്രൊഡ്യൂസ് ചെയ്യും, നഴ്സിംഗ് സെന്റേഴ്സിൽ അല്ലെ, പിന്നെ ഡയാലിസിസ് നടത്തുന്ന സെന്റേഴ്സില്, മെറ്റേണിറ്റി ഹോംസുകളിൽ അല്ലെ, പിന്നെ എന്താണ് ബ്ലഡ് ബാങ്കില്, റിസർച്ച് ലാബ്സില്, ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവെപ്പുകൾ അല്ലെ, ഇമ്മ്യൂണൈസേഷൻ ചെയ്യുന്ന സെന്റേഴ്സിൽ, ഓട്ടോപ്സി സെന്റേഴ്സ്, പോസ്റ്റ്മോർട്ടം നടത്തുന്ന സെന്റേഴ്സിലൊക്കെ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പ്രൈമറി സോഴ്സസ് ആണ്. അല്ലേ? ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ഉറവിടങ്ങളാണ് അല്ലെ, അതല്ലേ? ഇതൊക്കെ മെയിൻ, പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ആയിട്ടുള്ള അല്ലെ, ഫസ്റ്റ് സോഴ്സസ് ആണ് അല്ലെ. നെക്സ്റ്റ് സെക്കൻഡറി സോഴ്സസ് എവിടെയാണ്? ഇതൊക്കെ സെക്കൻഡറി സോഴ്സസ് ദ അതർ ഹാൻഡ് ഇൻക്ലൂഡ് ഹൗസ് ഹോൾഡ് അല്ലെ, ഗാർഹിക വീടുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ ഇൻഡസ്ട്രീസ് അല്ലെ, വ്യവസായശാലകളില്, പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വേസ്റ്റുകൾ ഒരുപാട് അളവിൽ ഉണ്ടാവോ? ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ വീടുകളില് ഇല്ല അല്ലെ, കുറച്ചൊരു ചെറിയ അളവിലല്ലേ നമ്മുടെ വീടുകളിലാണെങ്കിലോ ഇൻഡസ്ട്രീസിലാണെങ്കിലോ എഡ്യൂക്കേഷൻ സെന്റേഴ്സിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ്, ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. വിച്ച് ആർ ദ പ്രൈമറി സോഴ്സസ് ഓഫ് BMW? ക്വസ്റ്റ്യൻ വരും കേട്ടോ. It is not included in the secondary sources of BMW. Question വരും കേട്ടോ. Next, classification of biomedical waste. നമുക്കറിയാം ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമോ. ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, ജനറൽ വേസ്റ്റുകൾ ഉണ്ട് അല്ലേ, റേഡിയേഷന്റെ ഭാഗമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, പിന്നെ എന്താണ് മരുന്നുകൾ ഉണ്ട് അല്ലെ, ഡ്രഗ്സ് റിലേറ്റഡ് കെമിക്കൽ വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, പിന്നെന്താണ് ഫാർമസി അല്ലെ, ഫാർമസിയിലെ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ മരുന്നുകൾ അല്ലെ. അപ്പൊ നോക്കിയേ, നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റുകൾ റേഡിയോളജി അല്ലെ, അതായത് റേഡിയേഷന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ classification. 8 categories of medical waste are presented by the World Health Organization, including നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റിനെ 8 കാറ്റഗറി ആയിട്ട് 8 വിഭാഗങ്ങളായി തിരിക്കുന്നു.
ഫസ്റ്റ് പറയുന്നത് എന്താ? ജനറൽ വേസ്റ്റുകൾ, പൊതുവായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവല്ലോ, പൊതുമാലിന്യങ്ങൾ അല്ലെ. ഫുഡ് വേസ്റ്റുകൾ ഉണ്ടാവും, പേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ, പേപ്പേഴ്സ് ഉണ്ടാവും, ഓഫീസ് വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, കാർഡ്ബോർഡുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള ജനറൽ വേസ്റ്റുകൾ. നെക്സ്റ്റ് പാത്തോളജിയിലെ സ്റ്റഡി ഓഫ് ഡിസീസ്. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ, രോഗത്തെ കുറിച്ച് അല്ലെ പഠിക്കുക. അപ്പൊ ആ ഒരു രോഗത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവരുടെ രോഗനിർണയങ്ങൾ സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗനിർണയം നടത്തണോ? ഇല്ലേ? അപ്പൊ എന്താണ് നമ്മ സ്റ്റഡി ഓഫ് ഡിസീസ്, പാത്തോളജി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്താണ് രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. നെക്സ്റ്റ് എന്താണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ അല്ലെ. നമ്മൾ റേഡിയേഷൻ അടിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യോ, വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യോ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകള്. നെക്സ്റ്റ് എന്താണ്? കെമിക്കൽ വേസ്റ്റുകൾ അല്ലെ. നമുക്ക് ലബോറട്ടറിയില് ടെസ്റ്റുകളൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുമല്ലോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽ വേസ്റ്റുകള്. നെക്സ്റ്റ് എന്താണ്? ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റുകൾ അല്ലെ. പകർച്ചവ്യാധികൾ മുതൽ എന്താണ് സാംക്രമിക മാലിന്യങ്ങൾ വരെ അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്തെങ്കിലും രോഗബാധിത ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ള ഒരാളിൽ അവരുപയോഗിച്ച ബെഡ്ഷീറ്റ്, എന്താണ് പില്ലോ കവേഴ്സ്, ഹാൻഡ് അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കോട്ടൺസ്, സിറിഞ്ചസ് അല്ലെ, അതിൽ നിന്നൊക്കെ നമുക്ക് വേസ്റ്റ് വരാറുണ്ട്. നമുക്ക് ഇൻഫെക്ഷൻസ് വരും. മാസ്ക്, ഗ്ലൗസ് അല്ലെ, മാസ്ക്, ഗ്ലൗസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള അല്ലെ എന്താണ് പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് വേസ്റ്റുകൾ. നെക്സ്റ്റ് ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, മൂർച്ചയുള്ള അല്ലെ, സിറിഞ്ചസ് ഉണ്ട്, നീഡിൽസ് ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്? സർജിക്കൽ നൈഫ് ഉണ്ടല്ലോ, സർജിക്കൽ നൈഫ് ഉണ്ടല്ലോ. അപ്പൊ ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകള്. നെക്സ്റ്റ് എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ അല്ലെ. ഹോസ്പിറ്റലില് ഫാർമസിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്പയറി ഡേറ്റുകള്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ അല്ലെ. പിന്നെന്താണ്? റാറ്റ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്താണ് ഇൻസെക്ട്സുകളൊക്കെ നശിപ്പിച്ച വേസ്റ്റുകൾ അല്ലെ, മരുന്നുകളൊക്കെ നശിച്ചു പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകൾ അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകള്. നെക്സ്റ്റ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. എന്താണ്? നമുക്ക് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണയിൽ കൂടുതൽ മർദ്ദം ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ്. അതെന്തൊക്കെയാണ്? ഈ നമ്മൾ ഹോസ്പിറ്റലിലെ ഗ്യാസുകള്, മെഡിക്കൽ ഗ്യാസുകള് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിലും ഗ്യാസ് എങ്ങനെയാണ്? സാധാരണ കൂടുതൽ പ്രഷർ ഇതില്ലേ. അപ്പൊ അതിനു വേണ്ടി എന്തുണ്ടാവും? നമ്മൾ റെഗുലേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. ആണോ അല്ലെ? അപ്പൊ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് അല്ലെ. എന്താണ്? ഗ്യാസ് സിലിണ്ടേഴ്സ്. പിന്നെ എയറോസോൾ ക്യാനുകൾ. എയറോസോൾ ക്യാനുകൾ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് നമ്മൾ ഹോസ്പിറ്റല് വേരിയസ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള നമ്മൾ ഈ എയർ ഫ്രഷ്നർ ഒക്കെ, ഓട്ടോക്ലേവ് മെഷീൻ. ഓക്കെ, നമ്മൾ ഇതില്ലേ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീം ചെയ്ത് ഉപയോഗിക്കുന്നതല്ലേ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവ്. ഉയർന്ന നീരാവി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ എയർ ഫ്രഷ്നർ ഒക്കെ ഇല്ലേ, എയർ ഫ്രഷ്നർ അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ. അപ്പൊ അതെന്താണ്? സാധാരണ ഉപയോഗിക്കുന്ന പോലെയാണോ? നമ്മൾ അതെന്ത് ചെയ്യണം? പ്രഷർ ചെയ്യണം അല്ലെ. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നെബുലൈസേഷൻ അല്ല, ഈ ഇൻഹേലറൊക്കെ ഉപയോഗിക്കില്ലേ, കണ്ടിട്ടുണ്ടോ? ഇൻഹേലറൊക്കെ ആസ്മ പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഇൻഹേലറൊക്കെ. അതൊക്കെ എങ്ങനെയാണ്? സാധാരണ പോലെയാണോ? നമ്മൾ പ്രസ് ചെയ്യണം അല്ലെ. സാധാരണ കൂടുതൽ ബലം പ്രയോഗിച്ചല്ലേ ചെയ്യുന്നത്. പിന്നെ സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില മെഡിക്കൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം അല്ലെ. ചിലപ്പോ അത് കാലിയായ ബോട്ടിൽസ് ഉണ്ടാവാം അല്ലെ,
കാലിയായ ബോട്ടിൽസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഉണ്ടാവാം അല്ലെ, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ളത് ഉണ്ടാവാം അല്ലെ, ഡാമേജ് പറ്റിയ എയറോസോൾ ക്യാനൽസോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻഹേലറൊക്കെ ഉണ്ടാവാലോ. അപ്പൊ എന്താ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് എന്തൊക്കെ? പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് means waste made up of both full or empty containers with pressurized liquids, gas or powders material, including gas containers and aerosol canals. എന്താണ് നമ്മൾ aerosol canals-ലോ അല്ലെങ്കിൽ ഗ്യാസ് കണ്ടെയ്നേഴ്സിലൊക്കെ എന്താണ് ലിക്വിഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഗ്യാസ് രൂപത്തിലോ അല്ലെങ്കിൽ പൗഡേർഡ് മെറ്റീരിയൽ ആയിട്ടോ ഉള്ള എന്താണ് ബോത്ത് ഫുൾ ഓർ എംപ്റ്റി കണ്ടെയ്നേഴ്സ്, നിറഞ്ഞതോ അല്ലെങ്കിൽ കാലിയായതുമായിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റുകൾ. മിസ് പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ അല്ലെ, ഗ്യാസ് സിലിണ്ടർ, എയറോസോൾ ക്യാൻ അല്ലെ, എയർ ഫ്രഷ്നർ അല്ലെങ്കിൽ ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാനുകൾ അല്ലെ. ഇപ്പൊ നമ്മുടെ ഇൻഹേലറിന്റെ ഉള്ളിലുള്ള ആ ക്യാൻ എന്താണ്? പ്രഷറൈസ്ഡ് ക്യാൻ അല്ലേ ഇത്? കണ്ടിട്ടില്ലേ ആസ്മ പേഷ്യൻസ് ചെയ്യുന്നത്? അപ്പൊ അതെന്താണ്? അതൊക്കെ കാലിയായതോ അല്ലെങ്കിൽ എന്താണ് ഡേറ്റ് കഴിയില്ലേ, അതിനൊക്കെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഇല്ലേ ആ ഒരു ഇൻഹേലറൊക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അതിനൊക്കെയാണ് ആ ഒരു ഡേറ്റ് കഴിഞ്ഞതോ ആയ സാധ്യത ഇതൊക്കെ ഉണ്ടാവാനോ ഹോസ്പിറ്റലില് ഇൻഹേലറിന്റെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആസ്മയുണ്ടോ? ശ്വാസം മുട്ടുണ്ടോ? അലർജി ആണോ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. അങ്ങനെ 8 തരത്തിലാണ് വേസ്റ്റുകളെ, ബയോമെഡിക്കൽ വേസ്റ്റുകളെ WHO ക്ലാസിഫൈ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വരൂട്ടോ, ക്വസ്റ്റ്യൻ വരൂട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് നോൺ ഹസാർഡസ് വേസ്റ്റ് അല്ലെ. എന്താണ്? അപ്രോക്സിമേറ്റ്ലി 85% of garbage generally in the majority of healthcare facilities is non-hazardous അല്ലെ. ഹോസ്പിറ്റലിലാണെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 85% ഓഫ് വേസ്റ്റുകളും എങ്ങനെയുള്ള വേസ്റ്റുകളാണ്? അപ്രോക്സിമേറ്റ്ലി ആണ് കേട്ടോ, ഏകദേശം 85% ഓഫ് വേസ്റ്റുകളും നോൺ ഹസാർഡസ് വേസ്റ്റുകളാണ്, ഹാനികരമല്ലാത്ത വേസ്റ്റുകളാണ്. ക്വസ്റ്റ്യൻ വരും. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ദിസ് ഇൻവോൾവ്സ് വേസ്റ്റ് ഫോർ ഇൻസ്റ്റൻസ്. ഉദാഹരണം, ഈ വേസ്റ്റുകൾ ഉൾപ്പെടുന്നതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഫുഡ് സ്ക്രാപ്സ് അല്ലെ, ഫുഡ് വേസ്റ്റുകള്, ഫ്രൂട്ട് പീൽസുകള്, along with wash water and paper cartons, packaging materials and so on. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളിലെ ഏകദേശം 85% വേസ്റ്റുകളും നോൺ ഹസാർഡസ് ആണ്. ഇതിൽ ഉൾപ്പെടുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഫുഡ് സ്ക്രാപ്സുകൾ അല്ലെ, ഭക്ഷണാവശിഷ്ടങ്ങള്, ഫ്രൂട്ട് പീൽസ് അല്ലെ, ഫ്രൂട്ടിന്റെ തൊലികൾ അല്ലെ, പിന്നെ എന്താണ്? വാഷ് വാട്ടർ, നമ്മൾ ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് വാട്ടർ, പിന്നെ പേപ്പർ കാർട്ടൺ അല്ലെ, നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ കാർട്ടൺ ബോക്സുകളിൽ വരുന്നത് പ്രോഡക്ട്സുകൾ അല്ലെ, ഡ്രഗ്സുകള്, എക്യുപ്മെന്റുകള് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേപ്പർ കാർട്ടൻസ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, പിന്നെ പേപ്പേഴ്സ്, പിന്നെ എന്താണ്? ഫർണിച്ചർ അല്ലെ, ഓഫീസ് ഫർണിച്ചേഴ്സ്, ഹോസ്പിറ്റൽ ഫർണിച്ചേഴ്സ് അല്ലെ, ഇതൊക്കെ എന്താണ്? നോൺ ഹസാർഡസ് വേസ്റ്റുകളല്ലേ. അപ്പൊ 85% വേസ്റ്റുകളും ഏകദേശം ഒരു 85% വേസ്റ്റുകളും നോൺ ഹസാർഡസ് വേസ്റ്റുകളാണ്. ാണോ? ബാക്കി ഒരു 15% മാത്രമാണ് ഹസാർഡസ് വേസ്റ്റുകൾ. നോക്കിയേ,
hazardous waste. Hazardous waste might consist of solid, liquids, sludges or contained gases, and they are ചോദിക്കൂട്ടോ പെർസെന്റേജ് ചോദിക്കൂട്ടോ നോൺ ഹസാർഡസ് വേസ്റ്റ് എത്ര പെർസെന്റേജ് ഉണ്ട് ചോദിക്കൂട്ടോ. And they are principally produced by hospital and other industrial activities. അല്ലെ നമ്മ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റു വ്യാവസായിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ് ഹസാർഡസ് വേസ്റ്റുകൾ. അതിൽ എന്തൊക്കെയാണ്? സോളിഡ്, എന്താണ് നമുക്ക് ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ വരാം അല്ലെ. ഹോസ്പിറ്റലിലെ ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും, ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, ദ്രാവക രൂപത്തിലുള്ളത് സ്ലഡ്ജസ്. സ്ലഡ്ജസ് എന്ന് പറഞ്ഞാൽ ചെളി. ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മ ഹോസ്പിറ്റൽ ലാബുകളിലൊക്കെ ഈ ഫ്ലൂയിഡ്സുകളൊക്കെ വരില്ലേ, ഫ്ലൂയിഡ്സുകള്, ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ അതൊക്കെ നമ്മൾ എന്താണ് അഴുക്ക് ചാലിൽ ഒഴുക്കിക്കളയൊക്കെയാണ് ചെയ്യുന്നത്. ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് അഴുക്ക് ചാലിൽ ഒഴുക്കിക്കളയൊക്കെ ചെയ്യാം. അപ്പൊ അവരൊക്കെ ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ട് ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ, സ്ലഡ്ജസ് ഒക്കെ ഉണ്ടാവുമല്ലോ, സ്ലഡ്ജസ്. അല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോ അല്ലെ ഓരോ ഏരിയാസും ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ലഡ്ജസ് ഓർ കണ്ടെയ്നർഡ് ഗ്യാസസ് അല്ലെ, ഗ്യാസസ് അതൊക്കെ എന്താണ്? നമ്മുടെ ഹസാർഡസ് വേസ്റ്റുകളാണ്. ഈ ഇൻഫെക്ഷൻസ് നമ്മുടെ ഈ ഒരു ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ള രോഗിയുടെ ബ്ലഡ് ഒക്കെ എങ്ങനെയാണ്? ഉമിനീര്, നമ്മുടെ അവരുടെ ബ്ലഡ്, അവരുടെ യൂറിന് ഒക്കെ എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻസ് അല്ലേ ഇതൊക്കെ? ഇൻഫെക്ഷൻസ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡ്സുകള് അല്ലെ, നമുക്ക് ലിക്വിഡ് എന്താണ്? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹസാർഡസ് വേസ്റ്റുകളെതിരെ ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, ഖരരൂപത്തിലുള്ളതുണ്ട്, ലിക്വിഡ് രൂപത്തിലുള്ളതുണ്ട്, സ്ലഡ്ജസ് ഉണ്ട് അല്ലെ, ചെളി ആൻഡ് കണ്ടെയ്നർഡ് ഗ്യാസസ്. ഇതൊക്കെയാണ് hazardous wasteകൾ. They may harm damage during insufficient procedures for storage, transportation, treatment or disposal operation. എന്താണ് നമ്മൾ ഈ ഒരു വേസ്റ്റുകൾ hazardous രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ സ്ലഡ്ജസ് ഒക്കെ എന്താണ് നമ്മൾ ശരിയായ രീതിയിൽ സ്റ്റോറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ നമ്മൾ എന്ത് ചെയ്യാം അത് ഡിസ്പോസൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഏരിയാസിലേക്ക് കൊണ്ടുപോകണം അല്ലെ. നമുക്ക് ഉത്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു ഏരിയാസിലേക്ക് തന്നെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ഏരിയാസിലേക്ക് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത്, അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്, അത് ഡിസ്പോസൽ ഓപ്പറേഷൻ അല്ലെ, എന്താണ് നമ്മൾ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തും ശരിയായ രീതിയിലുള്ള നടപടിക്രമങ്ങളല്ല, ഇൻസഫിഷ്യന്റ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അതെന്തുണ്ടാക്കും? ഹാനികരമുണ്ടാക്കും അല്ലേ, നാശമുണ്ടാക്കില്ലേ? എന്താണ്? they may harm damage during insufficient procedure. ശരിയായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എപ്പോഴാണ്? ഫോർ സ്റ്റോറേജ് അല്ലെ, നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത്, സ്റ്റോറേജ് സംഭരിക്കുന്ന സമയത്ത്, ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, ട്രീറ്റ്മെന്റിന്റെ സമയത്ത്, ഓർ ഡിസ്പോസൽ ഓപ്പറേഷൻ അല്ലെ, നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കും. ഓക്കെ ആണോ? ഇത്രയും ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ, എന്നിട്ട് ബാക്കി എടുക്കാം മിസ് കേട്ടോ. വേഗം ഒന്ന് വായിച്ചേ. എന്നിട്ട് മിസ് അടുത്തത് എടുക്കാം കേട്ടോ. അടുത്തത് ഒരു ബോക്സ് ആണ്.
ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? കഴിഞ്ഞ എല്ലാവരുടെ നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ട് രീതിയിൽ തരംതിരിക്കുന്നുണ്ട് അല്ലെ, ഹസാർഡസ് വേസ്റ്റും നോൺ ഹസാർഡസ് വേസ്റ്റ് അല്ലെ. നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാനികരമല്ലാത്ത വേസ്റ്റുകൾ അല്ലെ. അതിലെന്തൊക്കെയാ പെടുന്നത്? പേപ്പർ കാർഡ്ബോർഡുകൾ അല്ലെ, പേപ്പർ കാർഡ്ബോർഡുകൾ അല്ലെ, ഫുഡ് സ്ക്രാപ്സുകള് അല്ലെ, ഫുഡ് സ്ക്രാപ്സുകള്, ഫ്രൂട്ട് പീൽസുകൾ അല്ലെ, അതൊക്കെയാണ് നോൺ ഹസാർഡസ് വേസ്റ്റ്. ഹസാർഡസ് വേസ്റ്റിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാലോ. നമ്മൾ 8 കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞേ, 8 കാറ്റഗറൈസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് തന്നെ പറഞ്ഞേ ഹസാർഡസ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? മിസ് മാത്രം പറയുമ്പോ ഒരു ഇതില്ല, നിങ്ങൾ കൂടി പറ. ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ, ഷാർപ്പ് വേസ്റ്റുകള്, കെമിക്കൽ വേസ്റ്റുകൾ അല്ലെ, കെമിക്കൽ വേസ്റ്റുകള്, സോളിഡ് വേസ്റ്റുകൾ അല്ലെ, ഇൻഫെക്ഷൻസ് ഒക്കെ ബാധിച്ച സോളിഡ് വേസ്റ്റുകള്, ലിക്വിഡ്, ഓക്കെ, ലിക്വിഡ് വേസ്റ്റുകള്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകള്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകള്, ഓക്കെ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് അല്ലെ, കെമിക്കൽ വേസ്റ്റ്, ആ പാത്തോളജിയുടെ ഭാഗമായിട്ട് അല്ലെ, സോളിഡ് വേസ്റ്റുകൾ പെടാം, ലിക്വിഡ്, അതിലെ ലിക്വിഡ് വേസ്റ്റുകൾ പെടാം അല്ലെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഇൻഫെക്ഷസ് വേസ്റ്റുകളാണ് ഫസ്റ്റ് പറയുന്നത്. ഷാർപ്സ് ആൻഡ്, അവിടെ ഷാർപ്സ് ഒന്നും എഴുതി ചേർത്ത മക്കളെ, നോൺ ഷാർപ്സ് എന്ന് മാത്രമേ ഉള്ളൂ, ഷാർപ്സ് എന്ന് എഴുതാം. നമുക്ക് നീഡിലൊക്കെ ഇൻഫെക്ഷൻസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു രോഗാണുബാധിതനായ അല്ലെ ഒരാളെ ഉപയോഗിച്ച നീഡില്, സിറിഞ്ചസ് ഒക്കെ എന്താണ്? നൈഫ് അല്ലെ. ടെക്സ്റ്റിലുണ്ടോ? മിസ്സിന്റെ PDF ഇല്ല കേട്ടോ. അപ്പൊ ഷാർപ്സ് ആൻഡ് കറക്റ്റ് ആണ് അല്ലെ. ഷാർപ്സ് ഉണ്ട്, നോൺ ഷാർപ്സ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മ കൊറോണ ടൈമിൽ അല്ലെങ്കിൽ നിപ്പ വൈറസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ നമ്മ ക്വാറന്റൈനിൽ താമസിപ്പിക്കുക, അല്ലെങ്കിൽ അവരെന്താണ് ഒറ്റയ്ക്ക് ഒരു ഐസൊലേഷൻ ചെയ്തൊക്കെ താമസിപ്പിച്ചല്ലേ, ഐസൊലേഷൻ റൂമുകളിലൊക്കെ താമസിപ്പിച്ചല്ലേ. അപ്പൊ അവര് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെ, എന്താണ്? ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, അവരുപയോഗിച്ചിരുന്ന മറ്റ് ഡ്രസ്സുകള്, അതൊക്കെ എന്താണ്? ഇൻഫെക്ഷൻസ് വെക്കുന്നതാണോ? മാസ്കുകള്, ഗ്ലൗസുകള് അല്ലെ, അതൊക്കെ ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ എന്താണ്? ഷാർപ്സ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട്, നോൺ ഷാർപ്പ് വേസ്റ്റുകൾ അല്ലെ. ഒരു ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നോൺ ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകളും എന്താണ്? ഇൻഫെക്ഷൻസ് വേസ്റ്റുകളാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വേസ്റ്റുകൾ അല്ലെ. പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ, നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അല്ലെ. നെക്സ്റ്റ് എന്താണ്? ലിക്വിഡ് രൂപത്തിലുള്ള വേസ്റ്റുകൾ, ലിക്വിഡ് വേസ്റ്റുകൾ, ഫ്ലൂയിഡ്സുകൾ അല്ലെ. ഒരാൾ ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ഫ്ലൂയിഡ്സുകൾ എന്താണ്? ഇൻഫെക്ഷൻസ് ആണോ? ഇൻഫെക്ഷൻസ് വേസ്റ്റ് ആണോ? അണുബാധയേറ്റിട്ടുള്ള വേസ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ടല്ലോ, ബ്ലഡ് കയറ്റാറുണ്ട് അല്ലെ ഒരാളിൽ നിന്ന് അല്ലെ. ഡോണർ ഉണ്ടാവും, റെസിപ്പന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഡോണറുടെ ബ്ലഡ് നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമല്ലേ സ്വീകർത്താവിന് കൊടുക്കുള്ളൂ, റെസിപ്പന്റിന് കൊടുക്കുള്ളൂ. എന്താണ്? അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെ, HIV പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ലിക്വിഡ് വേസ്റ്റുകൾ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലിക്വിഡ് വേസ്റ്റുകളും ഇൻഫെക്ഷൻസ് വേസ്റ്റ് ആണ്. നെക്സ്റ്റ് അതർ ഹസാർഡസ് വേസ്റ്റുകൾ അല്ലെ, മറ്റ് ഹാനികരമായിട്ടുള്ള വേസ്റ്റുകൾ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ അല്ലെ. അത് ഹാനികരമാണോ? നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും അല്ലെ. നമ്മ സ്കാനിങ്ങിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോ പ്രത്യേകിച്ച് ലേഡീസ് കയറുമ്പോൾ ചോദിക്കാറുണ്ട്, പ്രഗ്നന്റ് ആണോ അല്ലെ, ചോദിക്കാറല്ലേ. ചെറിയ കൊച്ചിന് സ്കാനിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും സ്കാനിങ് ചെയ്യും. എന്തുകൊണ്ടാണത്?
ഗർഭസ്ഥ ശിശുവിന് അല്ലെ ഹാനികരം അതിന്റെ ആ ഒരു റേഡിയോ ആക്റ്റീവ് നമ്മൾക്ക് റേഡിയേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ സെൽസിന് അല്ലെ ഒക്കെ ഡാമേജ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ എന്താണ് ആ റേഡിയേഷൻ അടിക്കുന്നത് കൊണ്ട് അല്ലെ. അപ്പൊ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകള് ഹസാർഡസ് വേസ്റ്റുകളാണ് അല്ലെ, ഹാനികരമായ വേസ്റ്റുകളാണ്. ഡിസ്കാർഡഡ് മെഡിസിൻ, ഡിസ്കാർഡഡ് ഗ്ലാസുകൾ, ഉപേക്ഷിച്ച ഗ്ലാസ് പാത്രങ്ങൾ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ബീക്കേഴ്സ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഗ്ലാസ് കൊണ്ട്. അപ്പൊ ചിലപ്പോ അതെന്താണ് ലാബുകളിൽ ഉപയോഗിച്ചതാവാം അല്ലെ, ലാബുകളിൽ ഉപയോഗിച്ചതാകാം, അല്ലെങ്കിൽ റിസർച്ചുകളുടെ ഭാഗമായിട്ട് ഉപയോഗിച്ചതാകാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് ഉപയോഗിച്ചതാകാം അല്ലെ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കോ, മുറിവുകള് അല്ലെ, മുറിവുകളൊക്കെ ഉണ്ടാക്കോ ഉപേക്ഷിച്ച പാത്രങ്ങള്. അപ്പൊ അതൊക്കെ എന്താണ് ഹസാർഡസ് വേസ്റ്റുകളാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് അല്ലെ. ഇപ്പൊ ഗ്യാസ് സിലിണ്ടറിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ഗ്യാസ് കണ്ടെയ്നേഴ്സിൽ നിന്നൊക്കെ ലീക്കേജ് വന്നു കഴിഞ്ഞാലോ തീപിടുത്തുണ്ടാവും അല്ലേ, ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഹസാർഡസ് വേസ്റ്റില്ലേ, ഹാനികരമായ വേസ്റ്റുകളാണ് അല്ലെ. കെമിക്കൽ വേസ്റ്റുകൾ അല്ലെ, കെമിക്കൽ വേസ്റ്റ് നമുക്കറിയാം ഹാനികരമാണ് അല്ലെ. നമുക്ക് ചിലപ്പോ എന്താണ് ചില കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊള്ളൽ പോലെയുള്ളതൊക്കെ വരാം അല്ലെ. പൊള്ളലൊക്കെ ഏൽക്കാലോ, അല്ലെങ്കിൽ നമുക്ക് ശ്വാസതടസ്സം, നമ്മൾ അത് ശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലെ, ചില കെമിക്കൽസ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാം അല്ലെ. അപ്പൊ കെമിക്കൽ വേസ്റ്റുകള് അല്ലെ, കെമിക്കൽ വേസ്റ്റുകൾ ഹസാർഡസ് വേസ്റ്റുകളാണ്. നെക്സ്റ്റ് പറയുന്നത് സൈറ്റോടോക്സിക് വേസ്റ്റ്. ടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ സെൽസിന് ഡാമേജ് ഉണ്ടാക്കി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഇല്ലേ, അതാണ് സൈറ്റോടോക്സിക് വേസ്റ്റ്. അതായത് നമ്മൾ ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യില്ലേ, കീമോതെറാപ്പി, ആ ഒരു കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിന്റെ എന്താണ് വേസ്റ്റുകളാണ്. അപ്പൊ ആ ഒരു കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകള്, സിറിഞ്ചസ്, അതിനുപയോഗിക്കുന്ന ഗ്ലൗസുകള്, നീഡിൽസ്, മാസ്കുകൾ, അതൊക്കെ എന്താണ് സൈറ്റോടോക്സിക് വേസ്റ്റുകളാണ്. ഈ കീമോതെറാപ്പിക്കൊക്കെ ഉപയോഗിക്കുന്ന വേസ്റ്റുകള് നമുക്ക് എന്തുണ്ടാകും, സെൽസിനെ ഡാമേജ് വരുത്തി നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുത്തും. ഈ പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കീമോതെറാപ്പി ഒക്കെ ചെയ്തു കഴിഞ്ഞ പേഷ്യന്റിന്റെ അടുത്തിട്ട് ഒരു 3 ദിവസം ഒക്കെ കുഞ്ഞുങ്ങളെ വിടാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണത്? അവരുടെ ശരീരത്തില് ഇത്തരം കെമിക്കൽസ് അല്ലെ, ഇത്തരം സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് കുട്ടികൾക്ക് എഫക്ട് ചെയ്യുമല്ലോ, കുട്ടികൾക്ക് അതല്ലെങ്കിൽ എന്താണ് പ്രായമായവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലെ, അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആ ഒരു കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് ഓക്കെയാണോ? അതായത് എന്താണ് അതിലടങ്ങിയിരിക്കുന്ന ആ കെമിക്കൽസ് എന്ത് ചെയ്യും, നമ്മുടെ സെൽസിന് ഡാമേജ് ഉണ്ടാക്കി എന്തുണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ അതെന്താണ്, അപ്പൊ ഹസാർഡസ് വേസ്റ്റ് അല്ലേ, ഹാനികരമാണ് അല്ലെ, പറയാൻ തന്നെ അറിയാം. ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം ഹാനികരമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൈറ്റോടോക്സിക് വേസ്റ്റുകളാണ് നമ്മുടെ സെൽസിനെ ഡാമേജ് വരുത്തി നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുത്താൻ സാധ്യതയുള്ള വേസ്റ്റുകളാണ് സൈറ്റോടോക്സിക് വേസ്റ്റുകൾ. നെക്സ്റ്റ് എന്താണ് ഇൻസിനറേറ്റർ ആഷ് അല്ലെ. ഇൻസിനറേറ്റർ ആഷ് എന്ന് പറഞ്ഞാല് നമുക്ക് കത്തിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചാരം ഉണ്ടാവുമല്ലോ, ചാരം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്, ചില വേസ്റ്റുകള് നമ്മൾ ഇൻസിനറേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ലഭിക്കുന്ന ചാരങ്ങള്, ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കണ്ടിട്ടുണ്ടോ, നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോ ആ ഒരു സിറിഞ്ച്, ആ ഒരു രീതിയില് ആ ഒരു ഇൻസിനറേറ്ററിൽ വെച്ച് കത്തിച്ച് ചാരാക്കി കളയുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നശിപ്പിച്ച് കളയില്ലേ. അവരെന്താ ചെയ്യുന്നത്, ആ ഒരു ഇൻസിനറേറ്ററിൽ വെച്ച് കാണിട്ട് കത്തിച്ച് ചാരാക്കി കളയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇൻസിനറേറ്റർ ആഷസ് ഒക്കെ എന്താണ് ഹസാർഡസ് വേസ്റ്റുകളാണ്.
നമ്മുടെ ഈ ഒരു രീതിയിൽ മാത്രമല്ല കേട്ടാ, ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ചില വേസ്റ്റുകളൊക്കെ എന്താണ് അവർ കത്തിച്ച് ചാരാക്കിയിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻസിനറേറ്റർ ആക്ഷൻസ് ഒക്കെ എന്താണ് ഹസാർഡസ് വേസ്റ്റുകളാണ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ആ ഒരു ബോക്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ, ഇൻഫെക്ഷസ് വേസ്റ്റ് ഏതാണ്, അതർ ഹസാർഡസ് വേസ്റ്റ് ഏതാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാട്ടോ. അല്ലെങ്കിൽ നോൺ ഹസാർഡസ് വേസ്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ വരാം. ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് തരംതിരിക്കാൻ പറ്റണം കേട്ടോ, ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റണേ. നെക്സ്റ്റ് ബയോളജിക്കൽ ഇൻഫെക്ഷസ് റിസ്കുകൾ അല്ലെ, അതായത് ബയോളജിക്കൽ റിസ്കുകൾ ഏതൊക്കെയാണ് ഇൻഫെക്ഷസ് ഉള്ള വേസ്റ്റുകൾ നോക്കിയേ. ഷാർപ്പ് വേസ്റ്റുകൾ അല്ലെ, നീഡിൽസ്, ബ്ലേഡ്സ്, ബ്രോക്കൺസ് അല്ലെ, എന്താണ് നീഡിൽ പെടുന്നുണ്ട് അല്ലെ, നീഡില് സൂചി പെടുന്നുണ്ട്, ബ്ലേഡുകൾ പെടുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലില് സർജറി അങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യണമെങ്കിൽ നൈഫ് ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, സർജിക്കൽ ബ്ലേഡ്സുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിനുള്ള ബ്ലേഡ്സുകള്, പിന്നെ എന്താണ് ബ്രോക്കൺ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സോ ഗ്ലാസ് പാത്രങ്ങൾ, അതൊക്കെ എന്തുണ്ടാക്കും, നമുക്ക് മുറിവുകൾ ഉണ്ടാക്കുമല്ലോ, അപകടങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകള്. നെക്സ്റ്റ് എന്താണ് ഇൻഫെക്ഷസ് വേസ്റ്റുകള്, ഇൻഫെക്ഷസ് ആയിട്ടുള്ള അല്ലെ, രോഗബാധ ഏറ്റിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ്, വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ, മലിനമായിട്ടുള്ള വേസ്റ്റുകള്. അപ്പൊ നമുക്ക് ഒരു രോഗബാധിതനായിട്ടുള്ള ഒരാളുടെ ബ്ലഡ് ആയിട്ടുള്ള എന്താണ് ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ് അല്ലെ, അവരുടെ ഡ്രസ്സുകള്, അതെന്താണ് ഇൻഫെക്ഷസ് ആണോ അതൊക്കെ? പിന്നെന്താണ് കൾച്ചർ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അല്ലെ, എന്തുവെച്ചി ആഷ്ന 1A ഒന്ന് കുറെ നേരമായല്ലോ, നേരത്തെ കേട്ടിട എന്തുവെച്ചി ആഷ്ന? നെക്സ്റ്റ് ഓക്കെ, എന്താണ് കൾച്ചർ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അല്ലെ, നമ്മുടെ ബ്ലഡ് യൂറിൻ ഒക്കെ എന്ത് ചെയ്യും, കൾച്ചർ ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു കൾച്ചർ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്, അപ്പൊ അതൊക്കെ എന്താണ് ഇൻഫെക്ഷസ് ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ബ്ലഡ് ആണ്, യൂറിൻ ആണ് കൾച്ചർ ചെയ്യുന്നതിൽ എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ എന്താണ് ഇൻഫെക്ഷസ് വേസ്റ്റുകളാണ് അല്ലെ. നെക്സ്റ്റ് ഐസൊലേഷൻ ചെയ്യാം. മിസ് നേരത്തെ പറഞ്ഞു നിപ്പ വൈറസ് അല്ലെങ്കിൽ കൊറോണ കോവിഡ് ഒക്കെ വന്നപ്പോ എന്ത് ചെയ്തു, അവര് നമ്മൾ ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിച്ചു അല്ലെ. അപ്പൊ ആ ഒരു ഐസൊലേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട്, ആ ഒരു ഐസൊലേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ് ഐസൊലേഷൻ വേസ്റ്റുകള്. അതൊക്കെ ഇൻഫെക്ഷസ് ബാധയേറ്റിട്ടുള്ള വേസ്റ്റുകളായിരിക്കില്ലേ, ഐസൊലേഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് പാത്തോളജിക്കൽ വേസ്റ്റുകൾ അല്ലെ, ഇതാണ് സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ. പാത്തോളജിയുടെ ഭാഗമായിട്ട് ബോഡി പാർട്സുകൾ അല്ലേ, നമ്മ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബോഡി പാർട്സുകൾ, ഹ്യൂമൻ ടിഷ്യൂസ് അല്ലെ. നമ്മൾ ലാബുകളിലെ ടെസ്റ്റുകൾ ചെയ്യാനൊക്കെ ഹ്യൂമൻ ടിഷ്യൂസ് എടുക്കുന്നുണ്ടോ, സെൽസ് എടുക്കുന്നുണ്ട്, ടിഷ്യൂസ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹ്യൂമൻ ടിഷ്യൂസ്. നെക്സ്റ്റ് അനിമൽ കാർക്കീസസ് അല്ലെ, എന്താണ് അനിമൽസിന്റെ ശവങ്ങള്. കാർക്കീസസ് എന്ന് പറഞ്ഞാല് ശവങ്ങളല്ലേ, മൃതശരീരങ്ങള്. അപ്പൊ നമ്മുടെ എന്താണ് മൃഗങ്ങളുടെ ശവശരീരങ്ങൾ. ഇപ്പൊ നമ്മൾ റിസർച്ചുകളൊക്കെ നടത്തുമ്പോൾ നേരിട്ട് മനുഷ്യരിലാണോ റിസർച്ചുകൾ നടത്തുന്നത്, ആണോ? അല്ല അല്ലെ, മൃഗങ്ങളിലാണ് അല്ലെ. അപ്പൊ റിസർച്ചുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനിമൽ കാർക്കീസസ്, ഇതൊക്കെ പാത്തോളജിക്കൽ വേസ്റ്റുകളാണ് അല്ലെ. ഹ്യൂമൻ ടിഷ്യൂസ് ടിഷ്യൂസ് അല്ല, ടിഷ്യൂസ്
ഹ്യൂമൻ ടിഷ്യൂസ് എന്ന് പറഞ്ഞാല് നമുക്ക് ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ടിഷ്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ, ടിഷ്യൂസ് സെൽസ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് അല്ലെ, ലാബില് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ്. അപ്പൊ ആ വേസ്റ്റുകളൊക്കെ എന്താണ്, പാത്തോളജി വേസ്റ്റ് ആണോ? അതാണ് അനിമൽ ടിഷ്യൂസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ മക്കളെ? ബയോളജിക്കൽ റിസ്ക് അതായത് ഇൻഫെക്ഷസ് ബാധ വരാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ അല്ലെ, ഇൻഫെക്ഷസ് നമുക്ക് ഇൻഫെക്ഷസ് വരാനായിട്ട് സാധ്യതയുള്ള വേസ്റ്റുകൾ. നെക്സ്റ്റ് പറയുന്നത് കെമിക്കൽ റിസ്കുകൾ. കെമിക്കൽ റിസ്കുകൾ ഏതൊക്കെയാണ്? എക്സ്പയർഡ് ഡ്രഗ്സുകൾ അല്ലെ, മരുന്നുകളിലൊക്കെ എന്താണ് കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നത്, രാസവസ്തുക്കൾ അല്ലെ. അപ്പൊ എന്താണ് എക്സ്പയറി കഴിഞ്ഞ മരുന്നുകള്, എക്സ്പയർഡ് വാക്സിനുകൾ അല്ലെ, ഡേറ്റ് തീർന്ന വാക്സിനുകള്, പിന്നെ സൈറ്റോടോക്സിക് വേസ്റ്റുകൾ അല്ലെ. നേരത്തെ പറഞ്ഞ എന്താണ്, ആ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിന് എന്തുണ്ടാകും, സെൽസിനെ ഡാമേജ് വരുത്തി നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുത്തും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൈറ്റോടോക്സിക് വേസ്റ്റുകള്, ഡ്രഗ്സുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്, സൈറ്റോടോക്സിക് ഡ്രഗ്സുകള്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്. പിന്നെ എന്താണ് കെമിക്കൽ വേസ്റ്റുകള്, കെമിക്കൽ സോൾവെന്റുകൾ അല്ലെ. നമ്മൾ ലാബുകളിലൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്, കെമിക്കൽ സോൾവെന്റുകൾ ഉപയോഗിക്കാറില്ലേ ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ട്, പല ടെസ്റ്റുകളും നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽ ലായനികള്, സോൾവെന്റ്സ് എന്ന് പറഞ്ഞാല് ലായനികള്. പിന്നെ മെർക്കുറി അല്ലെ, മെർക്കുറി. പിന്നെ ക്ലീനേഴ്സ്, നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി ഡെറ്റോള്, ഫിനോയില് അല്ലെ, പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ടോ. ബ്ലീച്ചിങ് വാട്ടർ അല്ലെ, ബ്ലീച്ചിങ് വാട്ടർ, ബ്ലീച്ചിങ് പൗഡേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്ലീനേഴ്സ്, ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ്. പിന്നെ ബാക്ടറീസ് അല്ലെ, ബാക്ടറീസ്. നെക്സ്റ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എന്താണ്, റേഡിയോ ന്യൂക്ലിയസുകൾ അല്ലെ. നമ്മ എന്താണ് റേഡിയേഷൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോ ന്യൂക്ലിയസുകൾ, ഇതൊക്കെ എന്താണ് കെമിക്കൽ വേസ്റ്റുകളാണ്. ാണോ? ഇനി ഇങ്ങനെ ചോദിക്കട്ടാ, വിച്ച് ആർ ദ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, വിച്ച് ആർ ദി ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. അപ്പൊ എക്സ്പയർഡ് ഡ്രഗ്സ്, എക്സ്പയർഡ് വാക്സിന്, സൈറ്റോടോക്സിക് വേസ്റ്റ്, അതല്ലെങ്കിൽ all of the above എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതല്ലെങ്കിൽ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അല്ലെങ്കിൽ വിച്ച് ആർ ദി കെമിക്കൽ വേസ്റ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ടേബിൾ പഠിക്കാം, ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ ആണോ? നെക്സ്റ്റ് മിസ് എടുക്കുന്നില്ല, മിസ് എടുക്കുന്നുള്ളൂ കേട്ടാ. ഇനി എടുത്താല് നമുക്ക് തീരില്ല. അപ്പൊ അതുകൊണ്ട് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.